ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഒരു അടിപൊളി ബീഫ് ബിരിയാണിയുടെ റെസിപ്പി നോക്കിയാലോ. ബിരിയാണികളിൽ ഏറ്റവും നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള ബിരിയാണിയാണ് ബീഫ് ബിരിയാണി. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ കുക്കറിലാണ് ബീഫ് വേവിച്ചെടുക്കുന്നത്. വലിയ പീസാക്കി കട്ടാക്കിയെടുത്ത 1 കിലോ ബീഫ് ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കിയ ബീഫിലേക്ക് ഒരൽപ്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് നന്നായി തിരുമ്മിയെടുക്കണം. ഇതിലേക്ക് നമ്മളൊരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് ഒരു 3-4 വിസിലടിച്ചെടുക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന ബീഫിനനുസരിച്ച് ബീഫിൻ്റെ വേവ് വ്യത്യാസം ഉണ്ടാവുമായിരിക്കും. ഈ ബീഫ് ഒരു 4 വിസിലടിച്ചപ്പോൾ തന്നെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി വറുത്തെടുക്കാം. അതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ച് നല്ല തിൻ സ്ലൈസസ് ആയിട്ട് അരിഞ്ഞ ഉള്ളിയും കൂടെ ഇട്ട് ഒരല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് മാറ്റിയെടുക്കാം. ഞാനിവിടെ 2 ബാച്ചാക്കിയിട്ടാണ് ഫുൾ ഉള്ളിയും കൂടെ വറുത്തെടുക്കുന്നത്. ഒരു 2 മീഡിയം സൈസിലെ ഉള്ളിയാണ് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ 2 ബാച്ച് ഉള്ളിയും ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കറിവേപ്പില ചേർക്കുമ്പോൾ ഈ ഉള്ളിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. നമുക്കിത് ലാസ്റ്റ് ബിരിയാണി ദമ്മിടുമ്പോൾ മുകളിലിട്ടാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വറുത്തെടുക്കാം. അതും കൂടെ വറുത്ത് നമുക്കവിടെ മാറ്റി വെക്കാം. ഇതൊക്കെ നമുക്ക് ബിരിയാണി ദമ്മിടുമ്പോഴത്തേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്. ഇനി നമുക്ക് ബിരിയാണിക്കുള്ള മസാല പ്രിപ്പയർ ചെയ്യാം. ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് മീഡിയം സൈസിലുള്ള 3 വലിയ ഉള്ളിയാണ്. ഇതിലേക്ക് നമ്മൾ ഏലക്ക, പട്ട, ഗ്രാമ്പു, ഒരു പീസ് വാഴയിലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഉപ്പും കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായിട്ട് വഴന്ന് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്കും നമ്മുടെ ബീഫ് ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ട റൈസ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടി ഞാനിവിടെ 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. 3 കപ്പ് ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകിയെടുത്ത് നമുക്കവിടെ മാറ്റി വെക്കാം. ഇതാ നമ്മുടെ ഉള്ളി നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കത് വഴറ്റിയെടുക്കാം. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തതിന് ശേഷം നല്ലോണം വഴറ്റിയെടുക്കണം. എപ്പോഴാണ് അതിൻ്റെ കുത്തുന്ന സ്മെല്ലൊക്കെ മാറിക്കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് തക്കാളി മീഡിയം സൈസിലുള്ള 2 തക്കാളിയാണ് ചേർത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് അടച്ച് വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. തക്കാളിയൊക്കെ ഉടഞ്ഞ് അതിലേക്ക് ചേർന്ന് വരണം. അപ്പോഴാണ് മസാല നല്ല ടേസ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് ആ ബീഫ് കുക്കറിൽ നിന്ന് വെച്ച ശേഷം ഈ കുക്കറിൽ തന്നെ നമുക്ക് റൈസ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ചേർത്ത് നമ്മുടെ ഓൾ സ്പൈസസ് ഏലക്ക, പട്ട, ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഓണിയൻ നന്നായിട്ട് സ്ലൈസ് ചെയ്ത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഉള്ളിയുടെ ഭാഗം മാത്രം മതി. ഒരുപാട് ഉള്ളിയൊന്നും നമുക്ക് ഈ റൈസിലേക്ക് ആവശ്യമില്ല. അത്രയും ഓണിയനും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ 3.5 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 5.25 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് തിളച്ച വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഉപ്പൊക്കെ ഒരല്പം മുന്നിട്ട് നിൽക്കണം. അപ്പോഴേ റൈസ് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് ഉള്ള പാകത്തിനുള്ള ഉപ്പുണ്ടാവുകയുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി മാറ്റി വെച്ചിട്ടുള്ള അരിയും കൂടെ ചേർത്ത് കൊടുക്കാം. അരിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഒരല്പം മല്ലിയിലയും പുതിനയിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരല്പം നാരങ്ങ നീരും കൂടെ ഇതിലേക്ക് ഞാൻ പിഴിഞ്ഞു ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഈ കുക്കർ അടച്ച് വെച്ച് ഒറ്റ വിസിൽ ആകുമ്പോഴത്തേക്കും നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിടാം. അപ്പോൾ നമ്മുടെ മസാലയിലേക്ക് തിരിച്ചു പോകാം. മസാല ഇപ്പോൾ ഇവിടെ ഒരുവിധമൊക്കെ റെഡി ആയിട്ടുണ്ട്. തക്കാളിയൊക്കെ വഴന്ന് പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, പെരിഞ്ജീരകം പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളകും കൂടെ ചെറുതായി കട്ട് ചെയ്ത് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ചേർത്ത് ഗരം മസാല ഞാനൊരു 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ബാക്കി നമുക്ക് ദമ്മിടുമ്പോൾ ചേർത്ത് കൊടുക്കാം. ഇത്രയും പൊടികളും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ കട്ട തൈര് യോഗേർട്ടാണ് ചേർക്കുന്നത്. അധികം പുളിയില്ലാത്ത തൈരാണ് ഇവിടെ കിട്ടുന്നത്. അതാണ് ചേർത്തിട്ടുള്ളത്.
അതും കൂടെ ചേർത്ത് കഴിച്ച് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് മല്ലിയില പുതിനയിലയാണ്. ഒരു കൈപ്പിടി മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർക്കുമ്പോഴാണ് ബിരിയാണിയുടെ ഫ്ലേവർ നമുക്ക് കിട്ടിത്തുടങ്ങുക. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബീഫും ആ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ആ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അതിൻ്റെ കൂടെ കുറച്ച് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് നന്നായി തിളപ്പിച്ചെടുക്കണം. അപ്പോഴത്തേക്കും ഈ വെള്ളമൊക്കെ വറ്റി ചാറൊക്കെ കുറുകി ബീഫിലേക്ക് പിടിച്ചിരിക്കും. മസാലയൊക്കെ ബീഫിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് പിടിച്ചിരിക്കും. അപ്പോൾ നമുക്ക് അത് തിളക്കാനായിട്ട് അവിടെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ചോറ് നോക്കാം. റൈസ് ഇവിടെ ഇപ്പോൾ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഒരു വിസിലടിച്ച് ഓഫാക്കിയിട്ടതാണ്. അപ്പോൾ അതിൻ്റെ എയറൊക്കെ പോയതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് റൈസ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ദമ്മിടാം. ദമ്മിടുന്നതിന് വേണ്ടി ആദ്യം തന്നെ നമ്മൾ മസാലയുടെ മുകളിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ജസ്റ്റ് ഒന്ന് വിതറി കൊടുക്കണം. അതിലേക്ക് നമ്മുടെ മല്ലിയിലയും പുതിനയിലയും കൂടെ ഒരല്പം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചോറും കൂടെ ചേർത്ത് കൊടുക്കണം. ചോറ് ഇപ്പോൾ ഇങ്ങനെ കട്ടയായിട്ടിരിക്കുന്നതും കുഴപ്പമില്ല. നമ്മളിത് ദമ്മൊക്കെ ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും ഈ കട്ടയൊക്കെ മാറി നല്ല വിട്ട് വരുന്ന രീതിയിൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു ലെയർ ചോറ് ഇതിലേക്ക് നിരത്തിയിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും 1 ടീസ്പൂൺ ഗരം മസാല, നമ്മുടെ പൊടിച്ച് വെച്ചിട്ടുള്ള ഓണിയനും കുറച്ച് കാഷ്യൂ മുന്തിരിയും കൂടെ അതിൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ മല്ലിയില പുതിനയിലയും കൂടെ. മല്ലിയില പുതിനയിലയൊന്നും ഞാനിവിടെ ചേർക്കുന്നില്ല. അവിടെ കുട്ടികൾക്കൊന്നും അതൊന്നും കടിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ്. നമുക്ക് ഇതൊന്നും കുഴപ്പമില്ലാത്തവരാണെങ്കിൽ കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കാം. നല്ല ഫ്ലേവർ കിട്ടും. നമുക്ക് അതിൻ്റെ മുകളിൽ അടുത്ത ലെയർ ചോറും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ 2 ലെയറായിട്ടാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഇനി ലാസ്റ്റ് അതിൻ്റെ മേലെ ഗരം മസാല നമ്മൾ നേരത്തെ ലെയർ ചെയ്ത പോലെ തന്നെ പൊരിച്ച ഉള്ളിയും മല്ലിയില പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നെയ്യാണ്. നമ്മുടെ പശുവിൻ നെയ്യ് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ 3 ടേബിൾ സ്പൂണൊക്കെ അവിടെ ഇട്ട് കറക്റ്റ് എല്ലാ സൈഡിലെത്തുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കണം. കുറച്ച് ഓയിലും കൂടെ അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അപ്പോഴാണ് ഈ അരിയൊക്കെ നമുക്കിങ്ങനെ വിട്ട് കിട്ടുന്നത്. നമ്മൾ ബിരിയാണി പുറത്തുനിന്നൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർക്കുന്നത്. നെയ്യുടെ കൂടെ തന്നെ നെയ്യ്ക്ക് പുറമെ നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ സൈഡിൽ കൂടെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെറിയ തീയിലിട്ട് ഒരു 15 മിനിറ്റ് ദം ചെയ്തെടുക്കുക. അങ്ങനെ 15 മിനിറ്റ് ദം ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിട്ട് കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബീഫ് ബിരിയാണി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി അത് വിളമ്പുമ്പം നമ്മൾ ഒന്നിച്ച് കുത്തി ഇളക്കാതെ കുറേശ്ശെ മുകളിൽ നിന്ന് റൈസൊക്കെ മാറ്റി അടിയിലെ മസാലയൊക്കെ മിക്സ് ചെയ്തിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ചാനൽ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.